ഹോസ്പിറ്റലിൻ്റെ ബാക്കിലായിട്ട് ഒരു ഹോസ്റ്റലുള്ള കാര്യം ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായില്ലേ? ഹേ ഗൈസ്, ആമിൻ ആൻഡ് ഫാത്തിമ. എൻ്റെ അടുത്ത് കുറച്ച് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഹോസ്റ്റലിനെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വീഡിയോ ഇടുമെന്ന്. സോ ഈ വീഡിയോ ആ ഹോസ്റ്റലിനെ പറ്റിയിട്ട് ഫുൾ ഡീറ്റെയിൽസും ഞാൻ ഇന്ന് പറയുന്നതായിരിക്കും. സോ അവരുടെ ആഗ്രഹപ്രകാരമാണ് ഞാൻ ഈ ഫുൾ വീഡിയോ ഇടുന്നത്. സോ എല്ലാവരും ആദ്യം തന്നെ ഈ വീഡിയോ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഫസ്റ്റ് തന്നെ നമുക്ക് ഇവരുടെ അപ്പാർട്ട്മെൻറ്റ് കാണാം. ഇതാണ് ഗ്രൗണ്ട് ഫ്ലോർ. ഗ്രൗണ്ട് ഫ്ലോറിൽ ടോട്ടൽ 3 റൂമുകളുണ്ട്. അടുത്തതായിട്ട് ഗ്രൗണ്ട് ഫ്ലോറിലെ ഒരു റൂം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് റൂം വരുന്നത്. ഇതിനോട് തന്നെ അറ്റാച്ച്ഡ് ആയിട്ട് വേറൊരു റൂമും കൂടി വരുന്നുണ്ട്. ഇതിനോട് തന്നെ അറ്റാച്ച്ഡ് ആയിട്ട് ചെറിയൊരു കിച്ചൺ സെറ്റപ്പ് ഉണ്ട്. ഇതിൽ നമുക്ക് ഇൻഡക്ഷൻ കുക്കർ വെക്കാം. പിന്നെ കിറ്റിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. പിന്നെ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മുറി. ഇതിനോട് തന്നെ വേറൊരു മുറിയും കൂടി അറ്റാച്ച്ഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതവിടെ വർക്ക് ചെയ്യുന്ന ചേച്ചിയാണ്. അപ്പം ഞാൻ ആദ്യം വീഡിയോ എടുക്കാൻ കണ്ടപ്പോൾ അവിടെ സ്റ്റക്കായി. പിന്നെ ഞാൻ പറഞ്ഞ കയറിപ്പോയി നമുക്ക് വീഡിയോയിൽ വരാമെന്ന്. ഇവരുടെ കോൺടാക്ട് നമ്പറും ഡീറ്റെയിൽസും ഞാൻ താഴെ കൊടുത്തേക്കാട്ടോ. അവിടുത്തെ ടോയ്ലറ്റ് വരുന്നത് ടോയ്ലറ്റും റൂമും എല്ലാം അവർ വളരെ നീറ്റായിട്ടാണ് കൊണ്ടുവരുന്നത്. സെക്കൻഡ് ഫ്ലോറിലേക്കാണ് പോകുന്നത്. അവിടുന്ന് നേരെ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ മെസ്സൊക്കെ കാണാം. ഇതാണ് നമ്മുടെ സെക്കൻഡ് ഫ്ലോർ വരുന്നത്. ഇനി നമുക്ക് സെക്കൻഡ് ഫ്ലോറിലെ റൂം കാണാം. ഈ റൂമിൽ നമുക്ക് 2 അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം പറയാൻ വിട്ടുപോയി. ഓരോ റൂമിലും ഓരോരുത്തവർക്ക് സെപ്പറേറ്റ് ഷെൽഫും കീയും എല്ലാം ഉണ്ട് കേട്ടോ. ഇത് മുകളിലത്തെ ഭാഗമാണ്. ഇവിടെ നമുക്ക് വാഷ് ചെയ്യാനും തുണിയൊക്കെ വിരിക്കാനും ഉള്ള ഒരു ഏരിയയാണ്. ഇനി നമ്മുടെ മെസ്സിൻ്റെ ഇപ്പുറത്തായിട്ട് ചെറുതായിട്ട് ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട്. നല്ല കാം ആൻഡ് പീസ്ഫുൾ ആയിട്ട് നമുക്ക് ഫ്രണ്ട്സായിട്ട് വർത്താനം പറയാം, എല്ലാം ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ മെസ്സ് കാണാം. ഇവിടെ ഹോംലി ഫുഡാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് എല്ലാം ഏരിയാസും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് അവർ കൊണ്ടെടുക്കുന്നത്. നമുക്ക് ഫുഡൊക്കെ കഴിക്കണമെങ്കിൽ ഉള്ളിൽ വന്നിരിക്കാം, പുറത്ത് ഇരിക്കാം. ഇവിടെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഈവനിങ് സ്നാക്ക്, ഡിന്നറൊക്കെ ഉണ്ട് കേട്ടോ. സ്റ്റുഡൻസിനും വർക്കിംഗ് വുമൻസിനൊക്കെ നമ്മളെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. നമുക്ക് കുറച്ച് റൂംസും കാര്യങ്ങളും കാണാം. ഇതാണ് അവിടുത്തെ ബാത്റൂം വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് അവർ കൊണ്ടെടുക്കുന്നത്. നമുക്ക് പുറത്ത് CCTVയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എൻട്രൻസിൻ്റെ അവിടെ ഞാൻ നേരത്തെ കാണിച്ചിരുന്നു, പക്ഷെ ഞാൻ പറയാൻ മറന്നുപോയി. ചില റൂംസിൽ നമുക്ക് 2 ബാത്റൂം വരുന്നുണ്ട് കേട്ടോ. ഞങ്ങളുടെ ലൊക്കേഷൻ വരുന്നത് രാജഗിരി ഹോസ്പിറ്റലിന് പ്രതിവശം ISRO കനാൽപ്പാലം റോഡിലാണ്. ഇവിടെ ഞങ്ങൾ ഹോംലി ഫുഡ് തയ്യാറാക്കുന്നുണ്ട്. ഈ സൗകര്യം എല്ലാവർക്കും ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഹോസ്റ്റലിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ പാടായിട്ട് വരുന്നുണ്ട്. സോ അതുകൊണ്ട് നല്ല കാറ്റും തണുപ്പും ഒക്കെ ആയിരിക്കും. ഇത് അവിടുത്തെ മോർണിംഗ് വ്യൂ ആണ്.
ഇവരുടെ കോൺടാക്റ്റ് നമ്പറും ഡീറ്റെയിൽസൊക്കെ ഞാൻ നേരത്തെ താഴെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ഞാൻ ഒന്നുകൂടി കൊടുത്തേക്കാം. ആർക്കെങ്കിലുമൊക്കെ കോൺടാക്റ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ആ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ അതിന് മുൻപ് എല്ലാവരും എൻ്റെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.